അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടോയെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ? കോൺഗ്രസ് നേതാക്കൾ, UDFിലെ ഘടകകക്ഷി നേതാക്കൾ, BJPയും സംഘപരിവാർ നേതാക്കൾ അടക്കമുള്ളവർ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്? BJPക്കും കോൺഗ്രസിനും ഒരേ ശബ്ദമായിരുന്നില്ലേ ഇത്രയും നാൾ? എന്തിനായിരുന്നു ഈ വിവാദം? ആരാണ് ഇതിന് പിറകിൽ? വലിയ അന്വേഷണം വേണ്ടിവരും ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുവാൻ. ശബരിമലയിലെ സ്വർണം പൂശിയ പീഠം കാണുന്നില്ല എന്ന വാർത്തയാണ്. വലിയ വെളിപ്പെടുത്തലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ നടത്തിയത്. വലിയ വാർത്തയായിരുന്നു. എല്ലാ പത്രത്തിലും ഒന്നാം പേജിൽ ഒന്നാം വാർത്ത. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുകയും ചെയ്തു. നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന കാര്യമായതുകൊണ്ട് അനുമതി നൽകാൻ കഴിയില്ല എന്ന് സ്പീക്കർ പറഞ്ഞു. അതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അത്രമാത്രം പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു കേരളത്തിൽ പ്രതിപക്ഷം. BJP സമാന്തരമായി സമരങ്ങൾ വരെ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. നിരന്തരം വാർത്താ സമ്മേളനം വിളിച്ചു. ഹിന്ദു ഐക്യവേദി നേതാക്കൾ വാർത്താ സമ്മേളനം വിളിച്ച് ആരോപണം ഉന്നയിച്ചു. ഇതാ ശബരിമലയിലെ പീഠം കട്ടുകൊണ്ടുപോയിരിക്കുന്നു, സ്വർണ്ണ കള്ളന്മാരാണ് ശബരിമല ഭരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ആക്ഷേപം. ഇപ്പോൾ അവസാനം എന്തായി? വെളിപ്പെടുത്തൽ നടത്തിയ, കാണാനില്ല എന്ന് പരാതി പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തു പീഠം. എന്നിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതാണ് അതിവിചിത്രം. അദ്ദേഹം പറയുന്നത് അത് വാസുദേവൻ എന്ന് പറയുന്ന ഒരാളുടെ കൈവശമായിരുന്നു. 4 വർഷം അദ്ദേഹം സൂക്ഷിച്ചു. അവസാനം വിവാദമായപ്പോഴാണ് സഹോദരിയെ വീട്ടിലേക്ക് എത്തിച്ചത് എന്നാണ്. സഹോദരിയുടെ വീട്ടിലെത്തിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. അപ്പോഴെങ്കിലും മയക്ക പറയാമായിരുന്നില്ലേ? ഇതാ കിട്ടിയിട്ടുണ്ട്, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാമായിരുന്നില്ലേ? ആ വെളിപ്പെടുത്തൽ നടത്താമായിരുന്നില്ലേ? വാർത്താ സമ്മേളനം വിളിച്ച് പറയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് രഹസ്യമാക്കി വെച്ചു? എന്തുകൊണ്ട് വാസുദേവന്റെ കയ്യിൽ നിന്ന് സ്വർണം പൂശിയ പീഠം എടുത്ത് സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുവച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയരുന്നത്. അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള ഗൂഢാലോചനയുണ്ടോയെന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചാണ് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് തന്നെ അതിൻ്റെ അന്വേഷണം നടത്താൻ നിർദ്ദേശിക്കപ്പെട്ടത്. ദേവസ്വം ബോർഡിലെ വിജിലൻസ് SP-യുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഇന്നലെ പീഠം കണ്ടെത്തിയിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ കഴിഞ്ഞു. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. വളരെ വൈകാരികമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു, എന്നെ കള്ളനാക്കിയില്ലേ, എൻ്റെ അഭിമാനം, ശബരിമലയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചവൻ എന്ന് പറഞ്ഞില്ലേ? ആ പറയാൻ ഇടയാക്കിയ ആൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനാണ് ഇക്കാര്യം വെളിപ്പെടുത്തൽ നടത്തിയത്, കാണുന്നില്ല എന്ന് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് സാധനം, എന്നിട്ടും അദ്ദേഹം എന്തിനു പറഞ്ഞു? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്താനാണോ? ശബരിമലയെ വീണ്ടും വിവാദത്തിൽ എത്തിക്കാനാണോ? അതിലൂടെ രാഷ്ട്രീയ നേട്ടം കൊയ്യാനാണോ? ആരൊക്കെയുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ? അത് BJP നേതാക്കളാണോ, കോൺഗ്രസ് നേതാക്കളാണോ? അത് വെളിപ്പെടേണ്ട വസ്തുത തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ദിവസം പെട്ടെന്ന് വെളിപാട് ഉണ്ടാകാൻ ഇടയില്ല. ആരെങ്കിലും അദ്ദേഹത്തെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം അന്വേഷിക്കണം. എന്തിനു പറഞ്ഞു? കാരണം ശബരിമല വളരെ സെൻസിറ്റീവായ വിഷയമാണ്. ആ വിഷയം ഇലക്ഷന് തൊട്ട് മുമ്പ് വീണ്ടും എടുത്തിട്ട് സംഘർഷഭൂമിയാക്കി ശബരിമലയെ മാറ്റാനുള്ള ശ്രമമാണോ? അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് മണ്ഡല ഉത്സവകാലത്ത് അവിടെ ചിലത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന്. അത് പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, ഇലക്ഷൻ വരാൻ പോകുന്നു, ശബരിമലയെ മുന്നിൽ നിർത്തി ഒരു രാഷ്ട്രീയ കളിക്ക് കോപ്പ് കൂട്ടുന്നുണ്ട് കേരളത്തിൽ പലരും, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഒരു സംശയവും വേണ്ട, നാം കണ്ടതാണ്. തൃശ്ശൂർ പൂരത്തെ മുൻനിർത്തി കളിച്ച കളി, ഹിന്ദു ഐക്യവേദിക്കാരും സംഘപരിവാറുകാരും തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് നടത്തിയ കളികൾ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ ശബരിമലയെയും ഒരു വിവാദ കേന്ദ്രമാക്കി സംഘർഷഭൂമിയാക്കി മാറ്റാനാണോ ഈ ശ്രമം തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എല്ലാറ്റിനും ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. അത് നടക്കുക തന്നെ ചെയ്യും എന്നാണ് ദേവസ്വം മന്ത്രി അറിയിച്ചത്.